നിങ്ങളെല്ലാവരും ഫോണിൽ ട്രൂ കോളർ ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക. കാരണം നിങ്ങൾ ഫോണിൽ ട്രൂ കോളർ ഇൻസ്റ്റാൾ ചെയ്ത് അത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ അവിടെ കൊടുക്കുന്ന പെർമിഷൻ നിങ്ങളുടെ കോൺടാക്ട് ആക്സസ് ചെയ്യാനും നിങ്ങളുടെ മെമ്മറി കാർഡിലെ ഫോട്ടോസും വീഡിയോസും മറ്റു ഡേറ്റകളെല്ലാം ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടാണ് നിങ്ങൾ ആ ട്രൂ കോളറിന്റെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. ട്രൂ കോളർ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ ഫോണിൽ വരുന്ന മിസ് കോളുകളോ അല്ലെങ്കിൽ മെസ്സേജുകളോ അല്ലെങ്കിൽ അറിയാത്ത നമ്പറിൽ നിന്ന് എന്തെങ്കിലും കോളുകൾ വരുവാണെങ്കിൽ അത് ആരാണെന്ന് കണ്ടുപിടിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന്റെയോ അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു ആൾക്കാരുടെയോ ഫോണിൽ വരുന്ന അറിയാത്ത നമ്പറിൽ നിന്നുള്ള കോളുകൾ പെട്ടെന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ ട്രൂ കോളർ എന്ന ആപ്ലിക്കേഷൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ക്യാമറ ആക്സസ് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ കോൺടാക്ട്സ് ആക്സസ് ചെയ്യാനും ലൊക്കേഷൻ, മൈക്രോഫോൺ, കോൾ ലോഗ്സ്, നിങ്ങളുടെ ഫോണിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആക്സസ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ നിങ്ങൾ അവിടെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ പെർമിഷൻ ഒന്നും കൊടുക്കാതെ നിങ്ങളുടെ ഫോണിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാതെ തന്നെ ഈ ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, ഈ ആപ്ലിക്കേഷൻ അല്ല ഈ ആപ്ലിക്കേഷന്റെ സെയിം കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനാദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ചെയ്തിട്ട് ഈ കാണുന്ന വെബ്സൈറ്റിലേക്ക് പോകുക. truecaller.com ട്രൂകോളറിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഈ വെബ്സൈറ്റിലേക്ക് പോകുക. എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ഫോൺ നമ്പർ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റില്ല. അതിനാദ്യമായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൂഗിൾ അക്കൗണ്ടിൽ സൈൻ ഇൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഫോണിലെ എല്ലാ കോൺടാക്ട്സും ഗൂഗിളായിട്ട് സിങ്ക് ചെയ്തായിരിക്കും വെച്ചേക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് സൈൻ ഇൻ ചെയ്യുമ്പോൾ നമ്മുടെ ആ കോൺടാക്ട്സ് നേരെ ഈ ഗൂഗിൾ അക്കൗണ്ട് വഴി ഇവരുടെ ഡേറ്റാബേസിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് ഭേദം നമ്മൾക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങളൊരു സെപ്പറേറ്റ് ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ആ ക്രിയേറ്റ് ചെയ്യുന്ന ഗൂഗിൾ അക്കൗണ്ടിൽ നിങ്ങൾ ഒരിക്കലും ഒരു കോൺടാക്റ്റും സേവ് ചെയ്യാൻ പാടില്ല. ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. അതിനുശേഷം ഇവിടെ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ അവിടെ ക്രിയേറ്റ് ചെയ്ത ഗൂഗിൾ അക്കൗണ്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സെലക്ട് ചെയ്യുക. ഏത് ഗൂഗിൾ അക്കൗണ്ടാണ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയ ഗൂഗിൾ അക്കൗണ്ട് മാത്രമേ അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ കോൺടാക്ട്സ് എല്ലാം സിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഗൂഗിൾ അക്കൗണ്ട് ഒരിക്കലും സെലക്ട് ചെയ്യരുത്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഏത് നമ്പറാണോ സെർച്ച് ചെയ്യേണ്ടത് അവിടെ ഡയറക്റ്റ് ആയിട്ട് നമ്പർ എൻ്റർ ചെയ്തിട്ട് സെർച്ച് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സെർച്ച് ചെയ്യാം. നിങ്ങളുടെ ഫോണിൽ ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ എന്താണോ വരുന്നത് അതേ റിസൾട്ട് തന്നെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇതിന് നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഒരു പുതിയൊരു ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഗൂഗിൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കോൺടാക്റ്റും അതിലേക്ക് സിങ്ക് ചെയ്യാതിരിക്കുക. അതിനുശേഷം ഈ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ആ സൈൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് കൊടുത്ത ഓപ്ഷനിൽ പുതിയ ഗൂഗിൾ അക്കൗണ്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ നമ്പരൊക്കെ സെർച്ച് ചെയ്ത് ആരാണെന്ന് കണ്ടുപിടിക്കാനൊക്കെ സാധിക്കും. ഈ ഒരു വീഡിയോ പ്രയോജനകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ പ്രയോജനകരമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.